പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻവാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചത് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് എന്ന ഭാഗം പഠിച്ചുകൊണ്ടാണ്. മശ്രിഖിലേക്കോ മഗ്രിബിലേക്കോ മുഖം തിരിക്കുന്നതിലല്ല പുണ്യം മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തിയ ആളുടെ പുണ്യമാണ്. അല്ലെങ്കിൽ പുണ്യവാൻ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തിയവനാണ്. മറ്റൊരു തഫ്സീർ വലാകിന്നൽ ബിർറ ദുൽ ബിർ, എന്നാൽ പുണ്യമുള്ളവൻ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവെ സത്യപ്പെടുത്തി വിശ്വസിച്ച് അംഗീകരിച്ചവനാണ്. ഇങ്ങനെ ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ ആയത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് ഇന്ന് മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബ്. ഇവിടെ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെ വിശ്വസിക്കൽ, സത്യപ്പെടുത്തൽ, അംഗീകരിക്കൽ, അതും പുണ്യമാണ്. അന്ത്യനാളിനെ വിശ്വസിക്കുന്നവൻ്റെ പുണ്യം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളാണ്. അന്ത്യനാളിൻ്റെ മറ്റൊരു നാമമാണ് അൽ യൗമുൽ ആഖിർ. വിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിന് പല പേരുകൾ, അൽ ആഖിറത്ത്, അതേപോലെ യൗമുൽ ഖിയാമ, യൗമുദ്ദീൻ, യൗമുൽ ഫസ്ൽ, യൗമുൽ ജംഅ്, യൗമുത് തഗാബുൻ, അൽ ഖാരിഅ, അൽ ഗാശിയ, അൽ ഹാഖ, അത്താമ്മത്തുൽ കുബ്ര, ഇങ്ങനെ ധാരാളം പേരുകൾ അന്ത്യനാളിന് പറയപ്പെട്ടിട്ടുണ്ട്. അന്ത്യനാളിനെ വിശ്വസിക്കൽ, അതാണ് പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ്റെ പുണ്യമാണ് പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അന്ത്യനാളിലുള്ള വിശ്വാസത്തിൽ മരണാനന്തര ജീവിതം, അങ്ങോട്ട് എല്ലാം, അത് രക്ഷാശിക്ഷകൾ വിധിച്ച് പിന്നെ സ്വർഗജീവിതം അല്ലെങ്കിൽ നരകജീവിതം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെട്ടു. അൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തിൻ്റെ ആദ്യ സ്ഥാനവും പദവിയുമാണ് ഖബർ ജീവിതം. അപ്പോൾ പരലോക വിശ്വാസത്തിൽ പെട്ടതാണ് ഖബർ. ഖബറിൽ പരീക്ഷണമുണ്ട്. അതേപോലെ ഖബറിൽ പരീക്ഷണത്തിൽ ജയിക്കുന്നവർക്ക് അനുഗ്രഹീത ജീവിതമുണ്ട്. അതേപോലെ തന്നെ ഖബർ, അതിലെ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നവർക്ക് ഖബറിലെ അദാബുണ്ട്, ശിക്ഷ. ഇതൊക്കെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അന്ത്യനാൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാഹളത്തിൽ ഊതുന്ന വിഷയം, അതേപോലെ തന്നെ പിന്നെ അൽ ബഅസ്, ആളുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന വിഷയം, അതേപോലെ അൽ ഹഷർ, ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഷയം, അതേപോലെ അഷഫാഅത്ത്, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശയുടെ വിഷയം, പിന്നീട് അൽ ഹിസാബ്, വിചാരണ നടത്തുന്ന വിഷയം, പിന്നെ വിചാരണക്കപ്പുറം മീസാൻ്റെ വിഷയം, ആ വിചാരണയിൽപ്പെട്ടതാണ് മീസാൻ, അതേപോലെ തന്നെ സിറാത്ത്, അതേപോലെ തന്നെ അതിനു മുമ്പ് ഗ്രന്ഥങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, പിന്നെ രക്ഷാശിക്ഷകൾ വിധിച്ച് സ്വർഗാർഹർ സ്വർഗത്തിലേക്ക്, നരകാർഹർ നരകത്തിലേക്ക്, ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉദ്ദേശമാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. അപ്പോൾ വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്തവരുടെ പുണ്യം
അതാണ് യഥാർത്ഥ പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അന്ത്യനാൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു പരലോക വിശ്വാസം എന്നുള്ളതല്ല, പിന്നെയോ മൊത്തത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ഒപ്പം പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ചിലതാണ് ഇവിടെ ഞാൻ ഉണർത്തിയത്. അത് ക്ലിപ്തി നിർണയം നടത്തിയെല്ലാം ഉണർത്തിയിട്ടില്ല. വിശദമായി പറഞ്ഞതെല്ലാം സ്ഥിരപ്പെട്ടത് വിശ്വസിക്കൽ, പരലോക വിശ്വാസത്തിൻ്റെ അൽ യൗമുൽ ആഖിർ, അതിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ മലായികതി എന്നാണ്. വൽ മലായികതി എന്ന് പറഞ്ഞാൽ മലക്കുകളിലുള്ള വിശ്വാസം. ആ വിശ്വാസം സാക്ഷാത്കരിച്ചവൻ്റെ പുണ്യം, അതാണ് യഥാർത്ഥ പുണ്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മലക്കുകൾ നമുക്ക് മുമ്പ് വന്ന ഒരു വിഷയമാണ്. മലക്കുകളിൽ വിശ്വസിക്കുമ്പോൾ മലക്കുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസം വേണം. അതേപോലെ മലക്കുകളുടെ വിശേഷണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മലക്കുകളുടെ അമാൽ, അവരുടെ ധർമ്മവും ജോലിയും പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ മലക്കുകളുടെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഈ ഉണ്മയുടെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകം സൃഷ്ടികളാണ് മലക്കുകൾ. വഖുലിഖത്തിൽ മലായികതു മിൻ നൂരിൻ, മലക്കുകൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മലക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു സൃഷ്ടികളുണ്ട്. ചിലർ പറയുന്നത് മലക്കുകൾ എന്നൊരു സൃഷ്ടികളില്ല. പിന്നെ മലക്കുകൾ എന്ന് പറയുന്നത് ചില സിമ്പലുകളാണ്. ശൈത്താന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പലുകളാണ്, നന്മയുടെ സിമ്പലാണ്, സൂചകങ്ങളാണ് ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സൃഷ്ടികളൊന്നുമില്ല. തിന്മയുടെ സിമ്പലുകളാണ് ശൈത്താന്മാർ. അങ്ങനെ ഒരു സൃഷ്ടികളില്ല എന്നാണ് ചില ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന അഖ്ലാനീയത്തിൻ്റെ പ്രചാരകർ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് തീർത്തും ശരിയല്ല. മലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബാ, മലക്കുകൾ ചിറകുകളുള്ളവരാണ്. ഈ 2 ചിറകുകൾ, 3 ചിറകുകൾ, അതേപോലെ 4 ചിറകുകളൊക്കെയുള്ള മലക്കുകൾ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ. മലക്കുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ. അതേപോലെ മലക്കുകളുടെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ. അവരുടെ ധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ. അവരുടെ അമലുകൾ ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അദിന ലീ അൻ ഉഹദ്ദിസ അൻ ദീകിൻ, അള്ളാഹു എനിക്ക് അറിയിപ്പേകി എന്തിന്, ഞാൻ പ്രസ്താവിക്കാൻ. ആരെക്കുറിച്ച്? ഒരു ദീക്കിനെ കുറിച്ച്. ദീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മലക്കിൻ്റെ പേരാണ്. ദീക്ക് എന്ന പേരിലൊരു മലക്കുണ്ട്. അത് മറക്കത്ത് റിജ്ലാഹുൽ അർദ് എന്നാണ്. അതിൻ്റെ കാലുകൾ ഭൂമിയെ പിളർത്തി, ഭൂമിയിലേക്ക് ആഴ്ത്തി ഭൂമിയെ പിളർത്തി പിടിച്ചിരിക്കുകയാണ്. വഉനുഖുഹു മുൻസനിൻ തഹ്തൽ അർഷ്, ആ മലക്കിൻ്റെ ഉനുക്ക്, പിരടി, അത് അർഷിന് കീഴെ നമിച്ചുകൊണ്ട് കുനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ മലക്കിങ്ങനെ പറയുമെന്നാണ്, സുബ്ഹാനക മാ അഅദമക റബ്ബന, ഞങ്ങളുടെ റബ്ബേ നീ എത്ര മഹോന്നതനാണ് എന്ന് പറയുന്നതാണ്. ആര്? ഈ മലക്ക്. സുബ്ഹാനക മാ അഅദമക റബ്ബന എന്ന് അള്ളാഹിനെ മഹത്വപ്പെടുത്തി, അള്ളാഹിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തി ഈ മലക്ക് ഇങ്ങനെ പറയുമെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പ്രതികരിക്കുന്നത് ലാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബൻ എന്നാണ്. എൻ്റെ ആ മഹത്വം അത് എന്നെ പിടിച്ച് കള്ളസത്യം ചെയ്യുന്നവന് അറിയൂല, മനസ്സിലാകൂല എന്ന് അള്ളാഹു പറയുമെന്നാണ്. അള്ളാഹിനെ പിടിച്ചിട്ട് കള്ളസത്യം ചെയ്യുന്നവൻ അള്ളാഹിനെ മഹത്വപ്പെടുത്തുന്നില്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ മഹത്വപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും അള്ളാഹിൻ്റെ നാമം പറഞ്ഞിട്ടവൻ കളവ് പറയില്ല, കളവ് സ്ഥാപിക്കില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കാത്തതിനാലാണ് ഈ അപകടം ചെയ്യുന്നത്. ഏതായാലും ഇവിടെ ഞാനിത് പറഞ്ഞത് ദീഖ് എന്ന ഒരു മലക്കിനെ കുറിച്ച് പറയാൻ എന്നോട് അള്ളാഹു പറഞ്ഞു എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അബൂദാവൂദിന് തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഹദീസിലാണ് ഇപ്രകാരമുള്ളത്. സഹിഹായ ഹദീസാണ്. ഞാൻ ഇത് ഒരു ഉദാഹരണം കൊണ്ടുവന്നതാണ്. മലക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഉണ്മയുടെ ലോകത്തൊരു പടപ്പുകളുണ്ട്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. അവർക്ക് പല വിശേഷണങ്ങൾ, ഇപ്പോൾ ഈ ഹദീസിൽ നമ്മൾ കേട്ടതുപോലെ അവർക്ക് പല ജോലികൾ
വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വയഹ്മിലു അർഷ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. 8 മലക്കുകൾ അന്ന് റബ്ബിൻ്റെ അർഷിനെ വഹിക്കും. ഹമലത്തുൽ അർഷ് അല്ലെങ്കിൽ 8 നിര മലക്കുകൾ റബ്ബിൻ്റെ അർഷിനെ വഹിക്കും. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. റബ്ബിനെ ഭയക്കുന്ന മലക്കുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അപ്പം മലക്കുകളുടെ വിശേഷണങ്ങൾ ഇതുപോലെ, അതേപോലെ അവരുടെ ധർമ്മങ്ങൾ. ഒരു സംഭവം വിശുദ്ധ മദീനയിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപ്പയെ കൊണ്ടുവരപ്പെട്ടു. ജാബിർ റളിയല്ലാഹുവിൻ്റെ ഉപ്പയെ മുശ്രിക്കുകൾ വികൃതമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ചെത്തി, മൂക്ക് ചെത്തി, ചെവി ചെത്തി, അങ്ങനെ വികൃതമാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഈ ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ ഹറാമിനെ കൊണ്ടുവന്ന് കിടത്തി. ഒരു വസ്ത്രം അദ്ദേഹത്തെ മൂടിയിരുന്നു. അങ്ങനെ ജാബിർ റളിയല്ലാഹുവിന് ഉപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ വസ്ത്രം മൂടിയിരിക്കണം. വസ്ത്രം നീക്കി മുഖം നോക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു പറയാണ്, ഫനഹാനി ഖൗമി, എൻ്റെ കുടുംബക്കാരെ എന്നെ വിലക്കി. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം ആ മുഖം വികൃതമാക്കപ്പെട്ടിരുന്നു. വീണ്ടും ജാബിർ റളിയല്ലാഹു പറയാണ്, ഒരിക്കൽ കൂടി ഞാൻ ചെന്നു. എന്തിന്? അക്ഷിഫു അൻഹു എന്നാണ്, വാപ്പാൻ്റെ മുഖമൊന്നും കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും ആളുകൾ വിലക്കി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പാൻ്റെ ജനാസ മറമാടുന്നതിന് വേണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജാബിർ റളിയല്ലാഹു കരഞ്ഞു. അതേപോലെ ജാബിർ റളിയല്ലാഹു പറയാണ്, എൻ്റെ ഉപ്പൻ്റെ പെങ്ങൾ ഫാത്തിമ ബിൻത് അംർ മഹദിയും കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കരയുന്ന ആളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നത്ത് അംറാണ് കരയുന്നത് എന്ന് പറയുന്നുണ്ട്. അംറിൻ്റെ മകളാണ് കരയുന്നത്. അതായത് പിന്നെ ജാബിർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാമാണല്ലോ. അപ്പോൾ ജാബിർ റളിയല്ലാഹുവിൻ്റെ അമ്മായി പിന്നെ ഈ അബ്ദുള്ള ഇബ്ൻ അംറിൻ്റെ പെങ്ങളാണ് കരയുന്നത് എന്ന് പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലിമ തബ്കി, അവരെന്തിനാണ് കരയുന്നത്? മാസാലത്തിൽ മലായികത്തു തുദില്ലുഹു ബി അജ്നിഹതിഹാ ഹത്താ റഫഅതുമൂഹു എന്നാണ്. മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അബ്ദുള്ള ഇബ്ൻ അംർ ബിൻ ഹറാമിന് തണൽ വിരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ എൻ്റെ ജനാസ എടുത്ത് മറമാടുന്നത് വരേക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ സംഭവം ഞാനിത് ഉദ്ധരിച്ചത് മലക്കുകളുടെ വിശേഷണം അറിയാൻ, അതേപോലെ തന്നെ മലക്കുകളുടെ ധർമ്മം വിശ്വാസികൾക്ക് അവർ തണൽ വിരിക്കും. വേണ്ട, അബ്ദുല്ലാഹി ബിൻ അംറിന് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് തണൽ വിരിച്ച രംഗം നോക്കൂ നിങ്ങൾ. ഇതുപോലെ ധാരാളം ധർമ്മങ്ങളുണ്ട് മലക്കുകൾക്ക്, വിശേഷണങ്ങളുണ്ട് മലക്കുകൾക്ക്. ഇവിടെ മലക്കുകളുടെ ചിറകുകളെക്കുറിച്ച് ഈ പ്രയോഗം കണ്ടില്ലേ. ഇതേപോലെ മലക്കുകളുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ, മലക്കുകളുടെ പേരുകൾ. ഇപ്പോൾ ജിബ്രീൽ, മീകായിൽ അല്ലെങ്കിൽ മീക്കാൽ, വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ, മാലി ലം അറ മീകായില ദാഹിക്കൻ ഖത്ത്, മീകായിലിനെ ഞാൻ ഒരിക്കലും ചിരിക്കുന്നതായി കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് പറയുന്നതാണ്. മീകായിലിനെ ഞാൻ ഒരിക്കലും ചിരിക്കുന്ന രീതിയിൽ കണ്ടില്ല, എന്താണത്? അപ്പം ജിബ്രീൽ മീകായിലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, മാ ദഹിക മീകായിലു മുൻദു ഖുലിഖത്തിന്നാർ, നരകം പടക്കപ്പെട്ടതിൽ പിന്നെ മീകായിൽ ചിരിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ ഇവിടെ മലക്കുകളുടെ ചിരിയുടെ വിഷയം, മീകായിൽ എന്നവർ ചിരിക്കാത്ത വിഷയം, മീകായിൽ എന്ന മലക്കിൻ്റെ പേര്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത്, മാലി ലം അറ മീകായിൽ ദാഹികൻ ഖത്ത് എന്ന് ചോദിക്കുന്നത് ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ജിബ്രീൽ അലൈഹിസ്സലാം, റസൂൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദിച്ചു എന്നാണ്. മലക്കുകൾക്ക് പേരുകൾ, ജിബ്രീൽ, മീകാൽ അല്ലെങ്കിൽ മീകായിൽ, അതേപോലെ ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, മുൻകർ, നക്കീർ, അതേപോലെ ഹാറൂത്ത്, മാറൂത്ത്, അതേപോലെ മാലിക്, റിദ്വാൻ. കുറേ വിഷയങ്ങളാണ് മലക്കുകളുമായി ബന്ധപ്പെട്ട്, അവരുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട്. അതൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, ലാ യുൻകഉ ബൗലുൻ ഫീ തസ്തിൻ ഫിൽ ബൈത്ത്, വീട്ടിൽ ഈ മൂത്രവിസർജനം ഒരിക്കലും അത് ശേഷിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ പാത്രങ്ങളിൽ മൂത്രീകരിക്കപ്പെടേണ്ട അവസ്ഥ വരും. രോഗികൾ ശയ്യാവലംബികളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ ശയ്യാവലംബികളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ
ഒക്കെ മൂത്രവിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാത്രത്തിൽ പോട്ടിയിലോ മറ്റൊക്കെ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. നബിസ്വല്ലല്ലാഹു തങ്ങൾ പറയുന്നത് അങ്ങനെ മൂത്രം വീടുകളിൽ ശേഷിപ്പിക്കാൻ പാടുള്ളതല്ല, വേഗം അത് കൊണ്ടുപോയിട്ട് ചിന്തിക്കളയണം. ലാ യുൻഖഉ ബൗലുൻ ഫീ തസ്തിൻ ഫിൽ ബൈത്ത്. എന്നിട്ട് പറയാണ് ഫഇന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി ബൗലും മുൻതഖ എന്നാണ്. അതാണ് നമ്മുടെ വിഷയം. ഫൈനൽ മലായിക, കാരണം മലക്കുകൾ ലാ തദ്ഖുലു ബൈതൻ, ഒരു വീട്ടിൽ പ്രവേശിക്കൂല. എങ്ങനെയുള്ള വീട് ഫിഹി ബൗലുൻ മുൻതഖ, മൂത്രവിസർജനം നടത്തി ശേഷിപ്പിച്ച പാത്രത്തിലും മറ്റൊക്കെ ശേഷിപ്പിച്ച് വെച്ച കെട്ടിക്കിടക്കുന്ന മൂത്രവിസർജ്യമുണ്ടെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ നോക്കി നിങ്ങൾ, അൽ മലായികത്തു ലാ തദ്ഖുലു ബൈതൻ, മലക്കുകളുടെ പ്രത്യേകതയാണ്. ഒരിക്കൽ ഈ വെള്ളുള്ളിയും ഉള്ളിയും തിന്നുന്നത്, അതേപോലെ ഉള്ളിപ്പുല്ല് തിന്നുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അപ്പോൾ പിന്നെ ചില സംഭവങ്ങളിലത് ഖൈബറിൽ വെച്ചായിരുന്നു എന്നൊക്കെ ഉണ്ട്. ഖൈബറിൽ വെച്ചാണ് ആ വിരോധിക്കലുണ്ടായത് എന്നുണ്ട് ചില നിവേദനങ്ങൾ. ഏതായാലും ആളുകൾ മദീനയുടെ സാഹചര്യത്തിൽ അന്ന് വിശന്ന് പൊരിയുന്നൊരവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ ഈ ഉള്ളി തിന്നു. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മസ്ജിദിലേക്ക് വന്നപ്പോൾ ആളുകളിൽ നിന്ന് ഈ ഉള്ളിയുടെ വാസന അല്ലെങ്കിൽ ഉള്ളിപ്പുല്ലിൻ്റെ വാസന നന്നായി ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ളിയും വെള്ളുള്ളിയും ഒന്നും തിന്നരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, റസൂലേ നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലാക്കിൻ അജ്ഹദനൽ ജൂ, ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞപ്പോൾ തിന്നുപോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു അനുബന്ധം പറയുന്നുണ്ട്. മൻ അക്കലൽ ബസല വസ്സൂമ വൽ ഖുറാസ്, ആരെങ്കിലും ഉള്ളി തിന്നു അല്ലെങ്കിൽ വെള്ളുള്ളി തിന്നു അല്ലെങ്കിൽ ഉള്ളിപ്പുല്ല് തിന്നു എന്നാൽ ഫലാ യഖ്റബന്ന മസ്ജിദന, പള്ളിയിലേക്ക് അടുക്കരുത്. വലിയ യഖ്ഉദു ഫീ ബൈതിഹി, അവൻ വീട്ടിലിരിക്കട്ടെ. എന്നിട്ട് തുടർന്ന് പറയുന്ന അനുബന്ധം, അതാണ് നമ്മുടെ വിഷയം. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മനുഷ്യർക്ക് അലോസരമുണ്ടാക്കുന്നത്, പ്രയാസമുണ്ടാക്കുന്നത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത് എന്താ വിഷയം? ഈ മലക്കുകളുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട വിഷയങ്ങൾ, മലക്കുകളുടെ പ്രത്യേകതകൾ, ഇത് മനസ്സിലാക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ചില ഉദാഹരണങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. മലക്ക് ജിബ്രീലുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്ക് ജിബ്രീലിനെ കണ്ടു. കൽ ഹിൽസിൽ ബാലി മിൻ ഖശിയത്തില്ല, അള്ളാഹിനോടുള്ള പേടി കാരണത്താൽ ഒരു ജീർണിച്ച് പഴകിയ വസ്ത്രം കിടക്കുന്നത് പോലെ ജിബ്രീൽ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നത് കണ്ടു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ മലക്ക് ജിബ്രീലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത് കണ്ടപ്പോൾ ഫൈദൽ മലക്കുല്ലദീ ജാഅനി ബി ഹിറ, ഹിറയിൽ എൻ്റെ അടുക്കൽ വന്ന അതേ മലക്ക് ഖായിദുൻ അലാ കുർസിയിൻ അലാ അർഷ് ബൈനസ്സമായി വൽ അർദ്, വാനത്തിനും ഭൂമിക്കും ഇടയിൽ അർഷിന്മേൽ ഒരു കുർസിയിൽ ഇരിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്ക് ജിബ്രീലിനെ കണ്ടത് പറയുന്നില്ലേ. പിന്നെ മലക്കുകളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലുമായി ബന്ധപ്പെട്ട് തന്നെ വലഹു സിത്തു മിഅതു ജിനാഹ്, 600 ചിറകുകൾ മലക്ക് ജിബ്രീലിനുണ്ടായിരുന്നു. യുൻസറു മിൻ റീഷിഹി ദുർറു വൽ യാഖൂത്ത്, മുത്തും പവിഴവുമൊക്കെ ആ ചിറകുകളിൽ നിന്നിങ്ങനെ ഉതിർന്നു വീഴുന്ന രീതിയിൽ. ഞാനിതൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വൽ മലായികതി, മലക്കുകളിലുമുള്ള ഈമാൻ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി, മലക്കുകളിലുമുള്ള ഈമാൻ, അവരുടെ പുണ്യം, അതാണ് യഥാർത്ഥ പുണ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പം മലക്കുകളിലുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള വിശ്വാസമാണ്? മലക്കുകൾ ഉണ്ട് എന്നുള്ള വിശ്വാസം, മലക്കുകളുടെ വിശേഷണങ്ങൾ, മലക്കുകളുടെ ധർമ്മങ്ങൾ, മലക്കുകളുടെ നാമങ്ങൾ, ഇതൊക്കെയും സ്ഥിരപ്പെട്ടത്, പ്രമാണബദ്ധമായത് നമ്മൾ വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് വൽ കിതാബ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബുകൾ മൊത്തത്തിലാണ്. ഇവിടെ അലിഫ്ലാം ലിൽ ജിൻസ്, മൊത്തം വേദങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദങ്ങൾ പലതാണ്. അതിൽ സബൂർ, അതേപോലെ തൗറാത്ത്, പിന്നെ അൽ ഇൻജീൽ, പിന്നെ
അൽ ഖുർആൻ, ഇതൊക്കെ ഇതിലുൾപ്പെടും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഏടുകൾ, അസ്സുഹുഫ്, അതിലുൾപ്പെടും. വേറെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകളെ അവതരിപ്പിച്ചിട്ടുണ്ട് നബിമാരിലൂടെ. അതിൽ അവസാനത്തെ കിതാബാണ് വിശുദ്ധ ഖുർആൻ. പേരുകൾ പരാമർശിക്കപ്പെട്ടതും പേരുകൾ പരാമർശിക്കപ്പെടാത്തതുമായ വേദഗ്രന്ഥങ്ങൾ, അതിനെ സത്യപ്പെടുത്തുക, വിശ്വസിച്ചംഗീകരിക്കുക, അവരുടെ പുണ്യം, അതാണ് യഥാർത്ഥ പുണ്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വേദങ്ങളെ വിശ്വസിക്കുമ്പോൾ വേദങ്ങളിൽ നമ്മൾ സത്യപ്പെടുത്തേണ്ട വാർത്തകളും വൃത്താന്തങ്ങളുമുണ്ട്, കഥകളും ചരിത്രങ്ങളുമുണ്ട്. വേദങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കൽപ്പനകളും വിട്ടകലേണ്ട വിരോധങ്ങളുമുണ്ട്. അപ്പോൾ വേദങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി വിശ്വസിക്കേണ്ടതും സത്യപ്പെടുത്തേണ്ടതും അതിലെ ഖബറുകളാണ്, വാർത്തകൾ, വൃത്താന്തങ്ങൾ. അത് നമ്മൾ സത്യപ്പെടുത്തുക. അതിൽ കൽപ്പനകളുണ്ട്, വിരോധങ്ങളുണ്ട്, നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ട വിധികളുണ്ട്. അവയെ നമ്മൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരിക. അവസാനത്തെ വേദഗ്രന്ഥം മുൻ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിയാണ് അവതീർണമായിട്ടുള്ളത്. മുൻ വേദഗ്രന്ഥങ്ങളിൽ അനുയായികളാൽ പല തിരുത്തലുകളും കൂട്ടിമാറ്റലുകളും വന്നു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കൂട്ടിമാറ്റലുകൾക്കും കൈകടത്തലുകൾക്കും വിധേയമാക്കപ്പെടാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കാത്ത് സംരക്ഷിക്കും എന്ന് വാക്ക് നൽകി. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥം അത് മുൻ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിയും അതിന്മേൽ ഒക്കെ വിധികർത്താവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നിലക്കൊക്കെ നമ്മൾ വേദഗ്രന്ഥങ്ങളെ വിശ്വസിക്കുക, സത്യപ്പെടുത്തുക, അംഗീകരിക്കുക. ഇതാണ് അൽ ഈമാനു ബിൽ കിതാബ്, കിതാബുകളിലുള്ള ഈമാൻ. അങ്ങനെ ഈമാൻ ഉൾക്കൊള്ളുന്നവരുടെ ബിർ, നന്മ, പുണ്യം, സ്വഭാവം, സുഹൃതം, അതാണ് യഥാർത്ഥ ബിർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൻ നബിയീൻ. നബിയീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിമാർ, നബിമാരിലുമുള്ള ഈമാൻ. മൻ ആമന ബില്ലാ എന്ന് പറയല്ലേ, അതിലേക്ക് ചേർത്താണ്, അത്ഫ് ചെയ്താണ്. അള്ളാഹുവെ വിശ്വസിച്ച അംഗീകരിച്ചവരുടെ ബിറാണ് യഥാർത്ഥ ബിറ്. അപ്പോൾ അതിലേക്ക് അത്ഫാവുമ്പോൾ വൻ നബിയീൻ, നബിമാരെ വിശ്വസിച്ച് അംഗീകരിച്ച് സത്യപ്പെടുത്തി വർത്തിക്കുന്നവർ, അവരുടെ ബിറ് നബിമാർ. അതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ അയച്ചിട്ടുണ്ട്. നബിമാരുടെ ദൗത്യം റസൂൽമാരുടെ ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകി നിർബന്ധമായും താൻ വഹ്യേകിയത് എത്തിക്കാൻ ആജ്ഞയുള്ളവരാണ് റസൂലുമാർ. എന്നാൽ നബിമാർ അള്ളാഹുവിൽ നിന്ന് വഹ്യ് ലഭിച്ച ആളുകളാണ്, പക്ഷേ അവർക്ക് അത് നിർബന്ധമായി എത്തിക്കുവാനുള്ള ആജ്ഞ അള്ളാഹുവിൽ നിന്നില്ല. അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇവിടെ നബിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം നബിമാരും റസൂലുമാരുമാണ്. നമ്മൾ മുമ്പ് ഈ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കം വഫാഉ ഇദ്ദത്തിൽ അംബിയ, നബിമാരുടെ എണ്ണം അത് എത്രയാണ് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മിഅത്തു അൽഫിൻ വ അർബഅത്തുൻ വ ഇശ്റൂന അൽഫ, 1,24,000 പേർ എന്ന്. അപ്പോൾ ചോദ്യം, യാ റസൂലല്ലാഹ് കം അർ-റുസുലു മിൻ ദാലിക്, അതിൽ റസൂലുമാർ എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 315 ജമ്മൻ ഗഫീറൻ എന്ന്, 315 പേർ, വലിയ ഒരു അളവ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൻകാന അവ്വലുഹും, അതിൽ ആദ്യത്തെ ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആദമു എന്ന് പറയുന്നുണ്ട്. തുടങ്ങി പിന്നെ ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങൾ. അവിടെ നബി വേറെ, റസൂലുമാർ വേറെ, നബിമാരുടെ എണ്ണം, അതേപോലെ റസൂലുമാരുടെ എണ്ണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി.
1,24,000 നബിമാർ, 315 റസൂലുമാർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് യുക്തരാണ്. അവരെ വിശ്വസിക്കുക, അവരെ സത്യപ്പെടുത്തുക. മൊത്തത്തിൽ ചിലരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് പറഞ്ഞ് അവരുടെ ചരിത്രം നമുക്ക് കഥിച്ചു തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക വകല്ലമല്ലാഹു മൂസ തക്ലീമ. കുറേ റസൂലുമാരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഥിച്ചു കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില നബിമാരെ കുറിച്ചിട്ട് കഥിച്ചു കൊടുത്തിട്ടില്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രത്യേകം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ വലിയൊരളവ് നബിമാർ നിയുക്തരായിട്ടുണ്ട്. നമ്മൾ എണ്ണം കേട്ടല്ലോ. റസൂലുമാരും വലിയൊരളവുണ്ട്. അതിൽ പലരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, പലരും പരാമർശിക്കപ്പെട്ടില്ല. മൊത്തത്തിൽ നമ്മൾ അള്ളാഹു നിയോഗിച്ച നബിമാരെ എല്ലാം വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചവർ 25 നബിമാരുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറഞ്ഞ നബിമാരുടെ പേരടക്കം വിശ്വസിച്ച് സത്യപ്പെടുത്തി അവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ നമ്മൾ അംഗീകരിക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരെ പരിചയപ്പെടുത്തിയത് ഒരു ഹദീസിൽ, ഇന്ന ശംസ ലം തുഹ്ബസ് ലി ബശരിൻ, സൂര്യനെ ഒരു മനുഷ്യന് വേണ്ടിയും സൂര്യൻ്റെ പ്രയാണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വച്ചിട്ടില്ല. ഇല്ലാ ലി യൂഷ, യൂഷ പ്രവാചകനല്ലാതെ, യൂഷഅന്നല്ലാതെ. യൂഷ എന്ന് പറഞ്ഞാൽ യൂഷ ബിൻ നൂൻ ഒരു പ്രവാചകൻ്റെ പേരാണ്. യൂഷന് വേണ്ടിയിട്ട് സൂര്യനെ അള്ളാഹു തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ യൂഷ എന്ന പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശമല്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി അദ്ബുൽ മുഫ്രദിൽ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒട്ടകത്തിൻ്റെ ആളുകളും ആടിൻ്റെ ഉടമകളും, ഒട്ടകത്തിൻ്റെ ഉടമസ്ഥരും ആടിൻ്റെ ഉടമസ്ഥരും അറാബികളിൽ അവർ പരസ്പരം പെരുമ പറഞ്ഞു എന്നാണ്, പെരുമ കാണിച്ചു എന്നാണ്. ഒട്ടകത്തിൻ്റെ ആളുകൾ അവരുടെ പെരുമ, ഒട്ടകങ്ങൾ വലിയ കാലി സമ്പത്താണല്ലോ. അപ്പോൾ ആടിൻ്റെ ആളുകളും ഇങ്ങനെ അന്യോന്യം പെരുമ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലിടപെട്ട്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞ എന്താ, ബഅസല്ലാഹു മൂസ വഹുവ റാഇ ഗനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെ അലൈഹിസ്സലാം നിയോഗിച്ചു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടിടയനാണ്, ആടിനെ മേക്കുന്ന ആളായിരുന്നു. വബഅസ ദാവൂദ വഹുവ റാഇ ഗനം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി നിയോഗിച്ചു, അദ്ദേഹവും ആട്ടിടയനായിരുന്നു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറഞ്ഞു, വ ബുഇസ്തു അന, ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടു. വ അന അർആ ഗനമൻ, ഞാനും ആടുകളെ മേച്ചിരുന്നു. ലി അഹ്ലി ബി അജിയാദ്, എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് അജിയാദ് എന്ന സ്ഥലത്ത്. അപ്പോൾ അജിയാദ് എന്ന് പറഞ്ഞാൽ മക്കയിൽ അറിയപ്പെട്ട സ്ഥലമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേച്ചിരുന്നു എന്ന് പറയണം. അവിടെ ഈ ഒട്ടകത്തിൻ്റെ ഉടമകളും ആട്ടിൻ്റെ ഉടമകളും തർക്കിച്ചപ്പോൾ, അവരന്യോന്യം പെരുമ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാവൂദ് നബിയെക്കുറിച്ചും മൂസാ നബിയെക്കുറിച്ചും പിന്നെ തന്നെക്കുറിച്ചും പറയാണ്, ഞങ്ങൾ ആടുകളെ മേച്ചിരുന്നു എന്നുള്ള വിഷയം. ഞാനിത് ഉദ്ധരിച്ചത് ഇവരുടെ ഈ തർക്കത്തെക്കുറിച്ച് പറയാനല്ല, പിന്നെ നബിമാരുടെ പ്രത്യേകതകൾ ഇതുപോലെ പറയപ്പെട്ടിട്ടുണ്ട് പലതും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതനാമു ഖബ്ല അൻ തൂതിർ, നിങ്ങൾ വിത്റാക്കണീൻ്റെ മുമ്പ് ഉറങ്ങുകയാണോ റസൂലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വേഗം ഉറങ്ങുകയാണ്, വിത്റാക്കിയിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, അതനാമു ഖബ്ല അൻ തൂതിർ, വിത്റാക്കണീൻ്റെ മുമ്പ് നിങ്ങൾ ഉറങ്ങുക? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ഇന്ന ഐനയ്യ തനാമാനി വല യനാമു ഖൽബി, എൻ്റെ കൽബ് ഉറങ്ങൂല, എൻ്റെ കണ്ണേ ഉറങ്ങുള്ളൂ എന്ന് പറയാണ്. നബിമാരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിമാരുടെ കണ്ണുകൾ ഉറങ്ങും, കൽബുകൾ ഉറങ്ങൂല എന്ന് പറഞ്ഞതും ഇതുപോലെ ഹദീസിൽ കാണാം. ഞാനിത് ഉണർത്തിയത് ഇപ്പോൾ നബിപുങ്കവന്മാരുടെ പ്രത്യേകതകളും അവരുടെ ധർമ്മങ്ങളും അതേപോലെ തന്നെ അവരുടെ വിശേഷണങ്ങളും അതൊരു പരാവാരം പോലെ പരന്ന ഒരു വിഷയമാണ്. എണ്ണിയാൽ
തീരൂല, പറഞ്ഞാൽ അവസാനിക്കില്ല. അതൊരു വലിയ വിഷയമാണ്. പിന്നെ വന്നബീൻ എന്ന് പറയുമ്പോൾ നബിമാരെ വിശ്വസിക്കുക, സമ്മതിക്കുക, സത്യപ്പെടുത്തുക, അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ച എല്ലാ നബിമാരെയും എല്ലാ റസൂലുമാരെയും മൊത്തത്തിൽ അംഗീകരിക്കുക, അവരിൽ വിശദമാക്കപ്പെട്ടവർ, അവരുടെ ചരിത്രം പറയപ്പെട്ടവർ, വിശേഷണങ്ങൾ പറയപ്പെട്ടവർ, അവരെ ആ വിശേഷണം അതൊക്കെ അംഗീകരിച്ച് സമ്മതിച്ചുകൊണ്ട് സത്യപ്പെടുത്തുക, വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, ഈമാൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വന്നബിയീൻ, നബിമാരിലും ഈമാൻ ഉൾക്കൊണ്ടവർ, അവരുടെ പുണ്യമാണ് പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വന്നബിയീൻ. അതിൻ്റെ ഒരു വിശദീകരണമാണ് ചുരുങ്ങിയ നിലക്ക് നമ്മളിവിടെ ശ്രവിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല ആരുടെ പുണ്യമാണ് പുണ്യം, ആരാണ് യഥാർത്ഥ പുണ്യാളൻ, നന്മയുടെ വാക്താവ്, സുഹൃതവാൻ, സൽഗുണ സമ്പന്നൻ, അത് തീർന്നിട്ടില്ല. ഈമാനാണ് പ്രഥമം, അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പുണ്യങ്ങളുടെയും നന്മയുടെയും അടിസ്ഥാനമായി വർത്തിക്കേണ്ട ഈമാനിനെ ഇവിടെ പറഞ്ഞു. ഈമാൻ 5 കാര്യങ്ങൾ. അതിൽ ഖദർ, അതിലുള്ള വിശ്വാസം ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അത് അൽ ഈമാൻ ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമായതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഈമാനു മൻ ആമന ബില്ലാ എന്ന് പറഞ്ഞു. അതിൽ വിധി വിശ്വാസവും അന്തർലീനമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോക വിശ്വാസം, മലക്കുകളിലെ വിശ്വാസം, അതേപോലെ കിതാബുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, ഈമാൻ കാര്യങ്ങളെ പ്രഥമമായി പറഞ്ഞു. ബിറിൻ്റെ ഗണം തീരുന്നില്ല. ഇനി നമുക്ക് വആതൽ മാല അലാ ഹുബ്ബിഹി എന്ന് തുടങ്ങിയിട്ട് അത് തുടർന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.